ഇപ്പം ഇങ്ങോട്ട് ഇങ്ങനെ ഇരിച്ച് പോരാണ്. സ്ഥലമൊക്കെ ആകെ നന്നാക്കാണ്. മാമ്പഴപ്പാലം വരെ ഉണ്ട്. പിന്നെ പ്രത്യേക കാര്യം പറഞ്ഞാൽ മാമ്പഴപ്പാലത്തിൻ്റെ അടുത്ത് കുറേ മരങ്ങളുണ്ട് ഇങ്ങനെ നിൽക്കണം. ആ മരങ്ങളൊക്കെ ഒന്ന് വെട്ടിമുറിച്ച് ഒഴിവാക്കണം. അതിൻ്റെ ചോട്ടിൽ കൂടി ഒരു വണ്ടി കൊണ്ടുവരാൻ കഴിയില്ല. ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അത് പെട്ടെന്ന് അർജൻറ്റ് ചെയ്യേണ്ട അതാണ്. സാധാരണ പതിൻ്റെ എഡ്ജിൽ തന്നെ 2 വീടുണ്ട്. ആ വീടിന് അടുക്കുന്ന 2 ചെന്നിട്ട് ഒരു കൂടുവണ്ടിയിൽ ഒരു സാധനം കൊണ്ടുവരാൻ കഴിയാത്ത പരിസ്ഥിതിയിലാണ്. അത് വെട്ടി ഒഴിവാക്കിയേ പറ്റും. ഇത് നന്നാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ദിവസമായി. എന്താ പറയുക, എത്ര പ്രാവശ്യം? ഇങ്ങനെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ പ്രാവശ്യമല്ലേ. എത്ര പ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെ രാത്രി കുന്നത്തത്ര വന്ന് കഴിഞ്ഞതിനും അതിനുമ്പോഴത്തേനൊക്കെ ഉണ്ട്. പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 കൊല്ലം വരെ ഞാൻ കണ്ടിങ്ങനെ നന്നാക്കണം. വേറെ ആരില്ല. രാത്രി പരിപാടി ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് അവിടെ ഉത്സവം വരുമ്പോൾ ഞാൻ അന്നേരം നന്നാക്കും. ചിലപ്പോൾ അതിൻ്റെ മുമ്പിൽ നന്നാക്കേണ്ടി വരും. അങ്ങനെ കാട് കൂടെ നന്നാക്കും. പിന്നെ ഉത്സവമൊക്കെ വരുമ്പോൾ എൻ്റെ പേര് നന്നാക്കൽ പിന്നെ ലാസ്റ്റ് നന്നാക്കും. അതിൻ്റെ തലേന്നേൻ്റെ അലേന്ന് എല്ലാവർക്കും കാര്യമായിക്കോട്ടെ ചേട്ടാണ്. എനിക്കിപ്പോൾ എന്ത് കാര്യം ഉത്സവം ഉണ്ടായാലും ഇല്ലാതെ വെച്ചാലൊക്കെ കണക്കാൻ തന്നെയാണ്. എനിക്ക് എല്ലാ ദൈവം വരാൻ ഏക ദൈവത്തിൽ ശ്രദ്ധിച്ചെന്നാണ് നമ്മൾ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അത് ആരുടെ ആളും കണക്ക് തന്നെ. ഞാർക്ക് സംഭാവന കൊടുത്താലൊക്കെ ഒത്തിരിക്ക് തന്നെ എത്താം. അത് മുസ്ലിംസിൻ്റെ വെട്ടിയിലായിക്കൊള്ളണമെന്നോ എത്ര വെട്ടിയിലായിക്കൊള്ളണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. ഏരിയിലിട്ടാലും നമ്മൾ ചെയ്യുന്ന ഗുണം നമുക്ക് കിട്ടും. അവസാനം ഒത്തിരി തന്നെയാണ് ആ വരിക. ഇപ്പം തന്നെ എനിക്ക് സന്തോഷം വന്ന് ഇതാ തറത്തിലിടയിൽ എത്തിയപ്പോൾ തന്നെ ആവുക. ഞാൻ മേലോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ അപ്പുറത്തിലാണ് കണ്ടിരിക്കാറ് പറമ്പിൽ. ആ പറമ്പിലേക്ക് നോക്കിയപ്പോൾ എന്തൊരു വൃത്തിനെ ആയിരിക്കുന്ന ഒന്നായി കാട് അറിഞ്ഞെടുക്കുക. വഴിയാത്രക്കാരൻ പറഞ്ഞു ഇപ്പം എന്തായാലും പോകുന്നുണ്ടെങ്കിൽ എന്താ കാണാലോ എന്നായിരുന്നു. ഇതിനെ കാണുന്നുണ്ട്. നമ്മളൊക്കെ കണ്ട ആൾക്കാരുണ്ട് ഇങ്ങനെയാണ്ട് കഴിഞ്ഞ് പോകണേ. രാത്രിയൊക്കെ വന്ന് പോകുമ്പോൾ ലൈറ്റൊന്നും ഇല്ലെങ്കിൽ വരാൻ നമ്മൾ ചവിട്ടിപ്പോവും. ചെറുതൊക്കെ സാധനം വന്നിട്ട് ചട്ടി പോയിട്ടുണ്ട്. അതിന് നമ്മൾ വണ്ടി കയറി ഉണങ്ങിയിട്ടൊക്കെ നമ്മൾ കണ്ടു നടാക്കണ്ടാലും ഉണ്ട്. പെട്ടെന്ന് കണ്ടിട്ടേ ഉള്ളൂ.